നമസ്കാരം. ഈ വർഷം ഡിസംബർ മാസം തുടങ്ങിയത് മുതൽ വലിയ മഞ്ഞുവീഴ്ചയാണ് ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ചയുടെ ദൃശ്യവിസ്മയം കാണാൻ മേഖലയിൽ വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കാണ്. ഫാമിലിയായി എത്തുന്നവരും കുട്ടികൾക്ക് എല്ലാം വലിയ ആവേശമാണ്. പക്ഷേ ഇപ്പോൾ അതിശൈത്യവും മഞ്ഞുവീഴ്ചയും കണ്ടതോടെ വിനോദസഞ്ചാരികൾ ആകെപ്പെട്ടിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. വിനോദസഞ്ചാരികളുമായി എത്തിയ 1000-ഓളം വാഹനങ്ങൾ മഞ്ഞിൽ മുന്നോട്ട് നീങ്ങാനാവാതെ കുടുങ്ങിക്കിടക്കുകയാണ്. തുടർന്ന് മണിക്കൂറുകളോളം സഞ്ചാരികൾ വാഹനങ്ങളിൽ കുടുങ്ങി. ഒടുവിൽ അധികൃതരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുകയാണ്. ക്രിസ്മസ്, പുതുവത്സര അവധി തുടങ്ങിയതോടെ വലിയ തോതിൽ സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. മണാലിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 2 ആഴ്ചയിലെ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ 8-ാം തീയതിയാണ് മഞ്ഞുവീഴ്ച തുടങ്ങിയത്. റോത്തഗിലെ അടൽ ചണലിനും സോളങ്കിനും ഇടയിലുള്ള പ്രദേശത്താണ് തിങ്കളാഴ്ച ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടായത്. അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഏകദേശം 1000-ഓളം വാഹനങ്ങൾ ഇവിടെ നീണ്ട ഗതാഗത കുരുക്കിൽ അകപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വാഹനങ്ങൾക്ക് നീങ്ങാൻ കഴിയാതെ വന്നതോടെ പോലീസുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങി. 700-ഓളം പേരെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മഞ്ഞുവീഴ്ച തുടരുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെയും സഞ്ചാരികളെയും അവരുടെ വാഹനങ്ങളുമായി മുന്നോട്ട് പോകാൻ പോലീസുകാർ സഹായിക്കുന്ന ദൃശ്യങ്ങൾ പലതും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. പ്രാദേശിക അധികൃതരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായും രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം കോവിഡ് കാരണം പ്രതിസന്ധിയിലായിരുന്ന വിനോദസഞ്ചാര മേഖല ഇപ്പോൾ പുതിയ പ്രതീക്ഷയിലാണ്. യാത്ര ദുഷ്കരമാണെങ്കിലും മണാലിയിൽ മഞ്ഞ് വീഴുന്ന കാഴ്ച കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. പ്രദേശത്ത് ഇപ്പോൾ മഞ്ഞുവീഴ്ച തുടരുകയാണ്. സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്.